ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുടക്കം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. ഇതിപ്പോൾ ഞങ്ങളുടെ ചെറിയ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റാക്കുന്നത് മൺഡേ ആയിരിക്കും. അപ്പോൾ അന്ന് നാട്ടിലെ പെരുന്നാളാണ്. അപ്പോൾ നാട്ടിലുള്ള എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ പെരുന്നാളെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പണ്ട് നാട്ടിൽ കുഞ്ഞായിരുന്നപ്പോഴുള്ള അത് ഓരോ ഓർമ്മകളാട്ടോ. തലേ ദിവസം പിന്നെ ഫുള്ള് മൈലാഞ്ചി ഇടുക, അതായിരുന്നു മെയിൻ. പെൺകുട്ടികൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ, മൈലാഞ്ചി ഇടുക, പിന്നെ ഡ്രസ്സ്, അതിന് മാച്ചിങ് ആയിട്ടുള്ള ഫാൻസി ഐറ്റംസ് വാങ്ങുക, അതൊക്കെയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. തലേ ദിവസം മൈലാഞ്ചി ഇടുക, പിന്നെ പുതിയ ഡ്രസ്സ് ഇടുക. തലേ ദിവസം ഉറങ്ങില്ല, രാവിലെ എഴുന്നേറ്റ് പുതിയ ഡ്രസ്സ് ഇടുക, പിന്നെ അതിന് വള, മാല, കമ്മൽ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ ഇടുക. അതൊക്കെ ഒരു ഓർമ്മയാട്ടോ ഇപ്പോഴും. ഇപ്പോൾ പിന്നെ മക്കൾക്കാണ്. ഇപ്പം നൈസ് മോൾക്കാണെങ്കിലും മൈലാഞ്ചി ഇട്ട് കൊടുക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവൾ ഇടില്ല കേട്ടോ. പിന്നെ ഞാൻ തലേ ദിവസം കിടന്ന് ഉറങ്ങിയ സമയത്ത്, ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർക്കും ഇതുപോലെ പുതിയ ഡ്രസ്സ് ഇടുക, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുതിയ ഡ്രസ്സ് ഇടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കാട്ടോ ഭയങ്കര ഇത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് ഷാർജ പള്ളിയിലേക്ക് പോവാണ്. ഭയങ്കര തിരക്കായിരുന്നു, രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു. വണ്ടി അനങ്ങുന്നുണ്ടായിരുന്നില്ല പകുതി എത്തിയപ്പോഴും തന്നെ. അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് എത്തി. ഇപ്പോൾ ഇവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് അതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പള്ളീൻ്റെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് ഒരു സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. പള്ളിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല ഏരിയ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളിലും നിന്ന് ഉള്ള ആൾക്കാർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇറങ്ങുന്നതാണ് നല്ലത്. കാരണം തിരിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ട്രാഫിക്കായിരിക്കും, വണ്ടിയിലിരിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാൾ ആശംസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ പള്ളിയൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പം വീട്ടിൽ പിന്നെ വന്നിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. അതിനായിട്ട് രാവിലെ ഇടിയപ്പം ഞാൻ പാക്കറ്റ് വാങ്ങിയതാണ്. അപ്പോൾ അതിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുവാണ്. പിന്നെ ഉറട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറട്ടി, ഇടിയപ്പം, പിന്നെ ലിവർ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. തലേ ദിവസം രാത്രി ഉമ്മ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടൻ കറിയും അതുപോലെ തന്നെ തലേ ദിവസം രാത്രി വെച്ചിങ്ങനെ കുക്കറിൽ തന്നെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്നും കൂടി തിളപ്പിച്ച് നല്ലതായിട്ട് എടുക്കുവാണ്. പൊതുവേ ഇങ്ങനെയുള്ള കറികളൊക്കെ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അതിൻ്റെ മസാലയൊക്കെ കറക്റ്റ് പിടിച്ച് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എന്തായാലും ഉറട്ടി, ഇടിയപ്പവും പിന്നെ ലിവർ റോസ്റ്റും മട്ടൻ ഒക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് ഐസാനം മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കൈ കണ്ടപ്പോൾ ആകെ ഒരു ഇതായിരുന്നു. പിന്നെ മൈലാഞ്ചി അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഡ്രൈ ആയിട്ട്. അങ്ങനെ അത് മാറ്റിത്താന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായിരുന്നു. പിന്നെ ആൾക്കങ്ങ് ഇഷ്ടമായി. ആ ഒരു ഫ്ലവറൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്തിനി ഉച്ചക്കത്തേക്കുള്ള പരിപാടിയാണ്. മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള പരിപാടിയാണ്. ഫസ്റ്റ് തന്നെ സവാള ഇങ്ങനെ കട്ടാക്കി വെക്കുന്നുണ്ട്. ഒരു 3 സവാള ഞാൻ എടുത്ത് ഫ്രൈ ആക്കി വെക്കുന്നുണ്ട്. അത് ഫ്രൈ ആയിട്ട് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ മട്ടന് ഇതുപോലെ മസാല ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കുക്കറിലാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു 2 വിസിലൊക്കെ വരുമ്പോൾ തന്നെ നല്ല വെന്ത് കിട്ടുന്ന മട്ടനാണ്. അപ്പോൾ സവാളയൊക്കെ കട്ടാക്കി പിന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മട്ടൻ ബിരിയാണിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഷെയർ ആക്കുന്നില്ല കേട്ടോ. മട്ടൻ ബിരിയാണി പിന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മസാല ഉണ്ടാക്കാനായിട്ട് സവാളയും 2 സവാള, ചെറിയ സവാളയും, പിന്നെ ബാക്കി കുഞ്ഞുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്, ചെറിയ ഉള്ളി. അങ്ങനെ ആക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ അതൊക്കെ ഇട്ടതിന് ശേഷം സവാളയൊക്കെ വഴറ്റി തക്കാളിയും ഒക്കെ വഴറ്റിയതിന് ശേഷം പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മട്ടനിൽ കണ്ടോ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാണ്ട് ഞാൻ വേവിക്കാൻ വെച്ചതാണ്. പക്ഷേ ഫുള്ള് അതിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടാണ്
പിന്നെ മസാലയാക്കി ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് എല്ലാം സെറ്റാക്കി ദം ചെയ്ത് മുകളിൽ കുറച്ച് നെയ്യും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. ആ ഒരു നെയ്യ് ഫുള്ള് ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം നല്ല മണം കേട്ടോ. പിന്നെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്ത് ക്ലോസ് ചെയ്ത് അതിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ദമ്മിലിട്ട് കൊടുക്കുക. കുറച്ച് ആദ്യം ഒരു 5 മിനിറ്റോളം ഞാൻ കുറച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം ആ ഒരു ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റോളം വെച്ച് കൊടുത്ത് എടുത്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ മട്ടൻ ബിരിയാണി അപ്പം റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ സാലഡൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. സാലഡ് റെഡിയാക്കി പപ്പടവും ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചെയ്ത് കണ്ടോ ഉമ്മ അടമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാണ്. അപ്പം അത് അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചാറും പപ്പടവും സാലഡും മട്ടൻ ബിരിയാണിയും ഒക്കെ കൂട്ടി അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ പെരുന്നാളിൻ്റെ ബിരിയാണി ഇപ്പം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകിട്ട് മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. അപ്പം അവർക്ക് ബോൾ കളിക്കണം, സൈക്കിൾ കളിക്കണം എന്നൊക്കെ പറഞ്ഞാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ കളിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആൾക്കാരൊക്കെ കുറേ പേര് ഫുഡൊക്കെ കൊണ്ടുവച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്പേസ് കിട്ടിയ സ്ഥലത്ത് നമ്മൾ പോയി പെട്ടെന്ന് ഇരുന്ന് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ഈ ഒരു സമയത്ത് 9 മണിയൊക്കെ ആകുമ്പം ഈ ഫയർ വർക്ക്സൊക്കെ ഉണ്ടാകും എന്നാണ് വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ദൂരോട്ട് പോയാലും ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കോർഫക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് എത്തും എന്ന് തോന്നുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വേറൊരു കുട്ടി ഇങ്ങനെ മോളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസ് പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരം കളിക്കുമായിരുന്നു. മോള് ഭയങ്കര ഹാപ്പിയായി ബോളൊക്കെ കണ്ടപ്പോഴത്തേക്ക്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ കളിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പെരുന്നാളിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.